എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റികൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ജിമിൽ ഒപ്റ്റിക്സ് കരുതി വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ടാർഗറ്റ് പിന്നെ കസ്റ്റമേഴ്സിന് നല്ല പ്രൊഡക്റ്റ് അവരിലെത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് ഫസ്റ്റിൽ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ ഐ ടെസ്റ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിലുണ്ട് ഇവിടെ, എല്ലാ സ്ഥാപനത്തിലും. ഐ ടെസ്റ്റിനുള്ള ഇപ്പം അത് പിന്നെ ഇവിടെ മിനിസ്ട്രീൻ്റെ അപ്രൂവലോട് കൂടി നമുക്ക് ഇവിടെ ഐ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു മെത്തേഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ഐ ടെസ്റ്റ് ചെയ്യാം. അതൊരു ഫ്രീ കോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ ഐ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റ് ഇപ്പോൾ വളരെ അധികം പ്രചാരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുണ്ട്. പക്ഷേ ഈ ചില ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ചില അന്ധവിശ്വാസമുണ്ട്. ഈ മാനുവൽ ആയിട്ട് ചെയ്യുന്ന അതിന്റെ ഒരു ഗുണം ഇതിൽ കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ അത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ കമ്പ്യൂട്ടറിലൂടെ മാത്രം ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ളതല്ല. ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കമ്പ്യൂട്ടറൈസ്ഡ്. ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു പ്രിന്റ് ഔട്ട് വരുന്നുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ കുറെ പിന്നെ ഇത്ര നമ്പേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം മാനുവൽ നിർബന്ധമാണ്. മാനുവൽ ഇല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. മാനുവൽ ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അതായത് നമ്മളൊരു രോഗത്തിന് മുമ്പ് ഒന്ന് സ്കാൻ ചെയ്യുന്ന പോലെ പെട്ടെന്ന് നമുക്ക് അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് കൊണ്ട് വിശകലനം ചെയ്തിട്ട് ആ നമ്പേഴ്സിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ആ രീതിയാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന്. അല്ലെ കമ്പ്യൂട്ടറൈസ്ഡ് പാടേ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥം തോന്നുന്നില്ല. കാരണം അതൊരു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും അതില്ലാതില്ല. എല്ലാ ഹോസ്പിറ്റലും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ഉണ്ട്. അതിനുശേഷമാണ് അവർ മാനുവലിലേക്ക് വരുന്നത്. മാനുവൽ ടെസ്റ്റിംഗ് പിന്നെ എന്ന് പറഞ്ഞാൽ നോർമൽ കേസ് ഉണ്ട്. ഇപ്പോൾ ഈ പവറിൻ്റെ പറയുന്നത് നോർമൽ കേസുള്ള പവേഴ്സ് ഉണ്ട്. പിന്നെ ക്രിട്ടിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവരുടെ പിന്നെ ഡ്രോപ്സ് കറ്റിച്ച് ഡൈല്യൂട്ട് ചെയ്ത് പിന്നെ റെറ്റിനോസ്കോപ്പി ടെസ്റ്റിംഗ് ഇങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകൾ ചെയ്യാറുണ്ട്. ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ കേസ് വരെ ഇപ്പോൾ മയോപ്പിയ നോർമൽ നമ്പർ അതൊക്കെ ഷോപ്പിൽ തന്നെ നമുക്ക് ഐ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ റീഡിങ് പ്രോബ്ലം ഉള്ളത് അതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൊഫഷണലാണ് ചെയ്യുന്നത്, പ്രൊഫഷണൽസാണ് ചെയ്യുന്നത്. അത് ഇവിടെ എക്സാം കൊടുത്ത് പാസ്സായതിനു ശേഷമാണ് നമ്മൾ ഇവിടെ ഷോപ്പിലേക്ക് എടുക്കുന്നത്. നമുക്ക് ഫാഷനെ കുറിച്ചും ഫ്രെയിമുകളെ കുറിച്ചും ഒന്ന് സംസാരിക്കും. ഫാഷന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാഷനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളല്ല തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ അങ്ങനെയാണ്. അതായത് ഞങ്ങളെല്ലാം ഇടുന്ന ആൾക്കാരെല്ലാം തീരുമാനിക്കും ഞങ്ങൾ എന്തിടണം എന്നുള്ളത്. മീഡിയ ആണ് തീരുമാനിക്കുന്നത്, നിങ്ങളെ പോലത്തെ മീഡിയ. കാരണം അത് ഇപ്പോൾ ഈ ടൈമിന് ഇന്നൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ന മോഡല് പിന്നെ ഇവിടെ പ്രചാരത്തിൽ ഉണ്ടാണെന്ന് അവരൊരു ഒരു വർഷം മുമ്പ് അതിന് പ്ലാൻ ചെയ്തു ഓൾറെഡി. ആ പ്ലാൻ ചെയ്തത് അവർ കറക്റ്റ് ടൈം ആവുമെങ്കിൽ അത് കാരണം ഞങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞൊരു പീരീഡിൽ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോൾ കുറേ മോഡൽസ് കാണുമ്പോൾ എനിക്ക് തീരെ അതിനെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടില്ല. കാരണം ഈ മോഡൽസിലും മനുഷ്യന്മാർ ഇടുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ആ സെയിൽസ്മാൻ പറയാണ് ധൈര്യത്തിലെടുത്തോ. കാരണം ഇത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇതേ വേണ്ടു. പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി വന്ന് ചോദിക്കാൻ അവിടെ ഇന്ന സാധനം ഉണ്ടോന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മൾ എന്തിടണം എന്നുള്ളത്. അതുപോലെ നമുക്ക് ഒരു കസ്റ്റമേഴ്സ് വരുമ്പോൾ അതായത് ഈ ഒരു മുഖത്തിനനുസരിച്ച് ഒന്ന് ഫാഷൻ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് എക്സ്പീരിയൻസ്, അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിലൂടെ അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലേ, ഒരു വിശ്വസ്തനായ സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് എന്ത് കൊടുക്കുമ്പോഴും കറക്റ്റ് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ വരുമ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഫേസിന് ഏത് സൂട്ടാന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ എന്റെ സ്പെക്സിലായിട്ടായിരുന്നു ആദ്യത്തെ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കസ്റ്റമർ കയറി വന്നു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ആ ഒരു മെന്റലി ഏതാണ്, ഞങ്ങളുടെ വാക്കിലാണോ അവർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ ഒരു സജഷൻ പറയുള്ളൂ. അല്ലാതെ കസ്റ്റമറിന് താല്പര്യമില്ലാതെ ഞാനായിട്ടൊരു സജഷൻ കൊടുക്കില്ല. കാരണം കസ്റ്റമർ ഞങ്ങളുടെ ഇതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ചില കസ്റ്റമേഴ്സിനെ കണ്ടിട്ട് അതായത്
മുഖത്ത് തീരെ യോജിക്കാത്ത സാധനം എടുക്കുന്നുണ്ടാവില്ല. കാരണം അത് അവരൊരു ഒരു ഒരു എന്താണ് അവരുടെ തീരുമാനമാണ്. അതും ശരിയാണ്, അവരാണ് ഇടേണ്ടത്. ഒരു വേറെ വിഷയം. കാരണം അവരാണ് ഇടേണ്ടത്, അവർ തീരുമാനിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിൽസ്മാൻ്റെ മേലിലാണ് അതിൻ്റെ കൂടുതൽ കാര്യം നടക്കുന്നത്. നമുക്ക് ഇനി ഇവിടെ അതായത് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന ലോകോത്തര ബ്രാൻഡുകളെ കുറിച്ചൊന്ന് സംസാരിക്കുകയാണ്. ഇവിടെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ക്ലാസ് പിന്നെ ടൈപ്പ് ഓഫ് ഫ്രെയിംസ് ആണെങ്കിലും സൺഗ്ലാസ് ആണോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലുള്ള കരേര ഗ്ലാസസ്, കരേര, അതുപോലെ ഓക്സിഡോ, കരേര, ബോസ്, ഇങ്ങനെയുള്ള സാധനം. കുറച്ചും കൂടി ഹൈ റേഞ്ചിൽ പോകുന്നുണ്ടെങ്കിൽ ഡിയോർ, ജോർജോ അർമാനി, എംപോറിയോ അർമാനി, ഇങ്ങനെയുള്ള ബ്രാൻഡ്സ് ആണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഗ്ലാസ് മാവുജിം എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ നിർമ്മിത ഗ്ലാസ് ആണ്. അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ പൊളറൈസ്ഡ് ആണ്, ടോട്ടലി പൊളറൈസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൺഗ്ലാസിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് സൺഗ്ലാസിൽ പവർ നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ ഫ്രെയിം ഉപയോഗിക്കാം, പക്ഷെ ഗ്ലാസ് കിട്ടത്തില്ല. ഈ മാവുജിം എന്ന് പറയുന്നത് എന്താ പറയുക, ആ ലോഗോ അടക്കം ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങൾ ഏത് പവറാണ് അത് അവർ അവിടത്തേക്ക് വിടുന്നു, USA വിടുന്നു. ആ സെയിം ഗ്ലാസ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വിത്ത് ലോഗോ, ഇപ്പോൾ മാവുജിം എന്നുള്ള പേര് അതിൽ എൻ്റെ മുകളിലുണ്ടാവും. അത് സെയിം ടു സെയിം ഗ്ലാസ് ഞങ്ങൾക്ക് കിട്ടുന്നു വിത്ത് പവർ. ഒരു കാരണവശാലും ഒരാൾക്ക് മനസ്സിലായാലും അത് പവർ ഗ്ലാസ് ആണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണ്, 1000 ദിർഹംസിൻ്റെ മേലെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്, പക്ഷേ പെർഫെക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ പൊളറൈഡ് ഗ്ലാസ് എന്ന് പറയുന്നത് നല്ല ഉപയോഗമുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ. കാരണം ഈ ഗ്ലെയർ ഒരുപാട് ഉണ്ടാകുന്നില്ല. ആ ഗ്ലെയർസ് എല്ലാം എക്സാക്റ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കിട്ടുന്ന ഒരു ലെൻസാണ് ഈ പൊളറൈഡ് ഗ്ലാസ്. അതാണ് ആ ഗ്ലാസിന്റെ പ്രത്യേകത. ഇനി നമുക്ക് മുഹമ്മദ് അഷ്റഫ് സാറിന്റെ നാട്ടിലെ ഫാമിലിയെ കുറിച്ച് കൂടെ ഒന്ന്. ഫാമിലി ഇപ്പൊ കൂടെ ഉള്ളത് പിന്നെ 2 കുട്ടികളുണ്ട്. പേര് വൈഫിന്റെ പേര് ഹസീന, മകന് അഹമ്മദ് മുജ്തബ ആണ്, രണ്ടാമത്തെ മകളാണ് ആയിഷ. 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ, എന്തായാലും അൽഹംദുലില്ലാ ഒരു സാറ്റിസ്ഫൈ ആണ്. എന്തായാലും നമ്മളുടെ ആ ലൈഫ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല, എന്തായാലും നന്നായി പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബിസിനസ്സിന്റെ ടോട്ടലി അറിയുന്നതാണ്, മാർക്കറ്റ് മൊത്തം ഇതിന്റെ ക്രൈസിസും കാരണമല്ലോ മൊത്തം ബിസിനസ് ഡൗൺ ആണ്. പക്ഷെ എന്നാലും നമ്മൾ കുറെ കവറപ്പ് ചെയ്തിട്ട് ഇപ്പൊ വരുന്നുണ്ട് ബിസിനസ്സിൽ. ഓക്കെ, എന്തായിരുന്നാലും വളരെ തിരക്കേറിയ, കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇത് ഗൾഫാണ്. ഇവിടുത്തെ തിരക്ക് നമുക്കറിയാം. ഈ തിരക്കിനിടയിലും നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം അരമണിക്കൂർ നീക്കി വെച്ച് ജമീൽ ഒപ്റ്റിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അഷ്റഫ് സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇനി മുന്നോട്ടുള്ള ഈ യാത്രയിൽ ജനങ്ങളും സാക്ഷാൽ ജഗദീശ്വരനും കൂടെ ഉണ്ടാവട്ടെ, എന്നും വിജയം മാത്രം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്.